എന്താ ആലോചിച്ചു കൂട്ടുന്നത്? ഹോസ്പിറ്റൽ തുറക്കാൻ പറ്റാത്തതില് നല്ല സങ്കടം ഉണ്ടല്ലേ? എന്ത് ചെയ്യാന്, ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവസാന നിമിഷം സ്റ്റേ വന്നത്. നമുക്ക് ഭാഗ്യമില്ല, അതാ കാരണം. ഞാൻ ചിന്തിക്കുന്നത് വേറൊരു വഴിക്ക. ഹോസ്പിറ്റൽ തുറക്കുന്നതും കാത്തിരുന്ന ഇവിടെ ഇരിക്കലേ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു ജോലി കണ്ടുപിടിക്കണം. ജോലിയോ? അതെ, ഒരു പണിയും ചെയ്യാതിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അത് ശരിയല്ലല്ലോ. 1-2 ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കണം. അതിന് ഡാഡി സമ്മതിക്കോ? സമ്മതിച്ചല്ലേ പറ്റൂ. ഹോസ്പിറ്റൽ തുറക്കുന്നതും കാത്ത് എത്ര കാലമൊന്നും വെച്ചിരിക്കും? സിവിൽ കേസാ, തീരാൻ ഒരുപാട് സമയമെടുക്കും. അതുവരെ ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണമെന്നാ. ഈ കേസ് കഴിയുന്നവരെ എന്തായാലും വെറുതെ ഇരിക്കണമെന്ന് സാറ് പറയില്ല. പ്രാക്ടീസ് മുടക്കിയ അതിന്റെ ദോഷം എനിക്ക് തന്നെയാ. ഞാൻ എന്തായാലും അത് ചെയ്യില്ല. എന്തായാലും ഡാഡിയോടും കൂടിയൊന്ന് പറയാം. ഡാഡിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ അത് പറയട്ടെ. എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം. ഇന്നതേ ചെയ്യുമെന്ന വാശിയൊന്നും എനിക്കില്ല. പ്രാക്ടീസ് വീണ്ടും തുടങ്ങണം, അതേ എനിക്കുള്ളൂ. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് കരിയർ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. അങ്ങനെയുള്ള നിരാശകളൊന്നും എനിക്ക് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നറിയാം. എന്ത് ചെയ്യാനാ, ഈ വീടിന്റെ അവസ്ഥ ഏതായി പോയില്ലേ? ഏയ്, എനിക്കൊരു വിഷമവുമില്ല, പരാതിയില്ല. ഇതൊക്കെ ആരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതല്ലേ. ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. എന്തായാലും സാറിനോടൊന്ന് പറഞ്ഞേക്കാം. പറഞ്ഞില്ല എന്നുള്ള പരാതി കേൾക്കണ്ടല്ലോ. അതാണ് പറയുന്നത് തന്നെ എന്തുകൊണ്ടും നല്ലത്.